എന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം ശ്രീശുവരത്ത് വെച്ച് നടന്നു. MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുത്തു. വിശദമായ വാർത്തയിലേക്ക്. ഗ്രീൻ പവർ MSCSന്റെ പാലക്കാട് ജില്ലയിലെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ശ്രീശുവരത്ത് തുടക്കമായത്. ഗ്രീൻ പവർ MSCSന്റെ ചെയർമാൻ സതീഷ് പുലിക്കോട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാനൊന്ന് പ്രത്യേകം നോക്കി ഹരിയേട്ടൻ എല്ലാവരെയും വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നെ സ്വാഗതം ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തോട് ഒന്ന് പ്രതികരിച്ചുകൊണ്ട് ഞാൻ പോവാണ്. മന്ത്രി ഒന്നും ആവാൻ പോകുന്നില്ല. ഏത് പോസ്റ്റിലാണെങ്കിലും ഏത് ചുമതലയിലാണെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നാടിനും സമൂഹത്തിനുമൊക്കെ ഗുണപ്രദമായ നിലപാട് സ്വീകരിച്ച് എന്നും ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയുമാണ്. നമ്മുടെ നാടിൻ്റെ സഹകരണ മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യവും ശക്തിയുമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ സഹകരണ മേഖലയുടെ സവിശേഷത, പ്രത്യേകത ഇന്ന് സാമ്പത്തികമായിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക്, പുരോഗതിക്ക് എല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്, വിശേഷിച്ച് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന് എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാമെന്നല്ല, എങ്ങനെ കൂടുതൽ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ഗ്രാമീണ മേഖലയിലെ മനുഷ്യർക്ക് കാർഷിക മേഖലയിലും ഇതര മേഖലയിലും ഒക്കെ ആശ്വാസം നൽകാനും ആത്മവിശ്വാസം നൽകാനും കഴിയും എന്ന ചിന്തയാണ്, ആ ചിന്തയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ പ്രത്യേകത. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം കൈവയ്ക്കാത്ത ഒരു മേഖലയും നമ്മുടെ നാട്ടിലില്ല. ഇനിയിപ്പോ യാത്ര പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആ മേഖലയിലും സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഗ്രീൻ പവർ മൾട്ടി വെഹിക്കിൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ പ്രവർത്തനം മാറിയ കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമൂഹത്തിലെ ഒരാവശ്യമായി തന്നെ മാറിയിട്ടുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അതിൻ്റെ വ്യത്യസ്ത നിലയിലുള്ള സമൂഹത്തിൽ സ്വാഭാവികമായും അത്തരം മാറ്റങ്ങൾ വരുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വിവിധ നിലയിലുള്ള അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനെല്ലാം പ്രയോജനകരമാകുന്ന നിലയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടലായി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മാറുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ സതീഷ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഗ്രീൻ പവർ സൊസൈറ്റിയുടെ റീജിയണൽ ഹെഡ് ഡോക്ടർ AK ഹരിദാസ് സ്വാഗതം പറഞ്ഞു. വ്യാപാരത്തിന് മുമ്പ് തന്നെ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഗ്രാമപഞ്ചായത്ത്, അടുത്ത കാലം വരെ തുടർച്ചയായി ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡ് വാങ്ങിയ പഞ്ചായത്ത്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടനവധി പുരസ്കാരങ്ങൾ വാങ്ങിയ ശ്രീശുവരം ബ്ലോക്ക് പഞ്ചായത്ത്, ഒട്ടനവധി സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും കഥകളി ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ കലകളുടെ ഈറ്റില്ലമായ ശ്രീകൃഷ്ണപുരത്ത് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ 10-18ഓളം വരുന്ന ബാങ്കുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൊസൈറ്റിയെ തന്നെ സർവേ ചെയ്തപ്പോൾ പാലക്കാട് ജില്ലയിലെ ഏറ്റവും സാധ്യതയുള്ള ചടങ്ങിൽ വെച്ച് കഥകളി ആചാര്യൻ കലാമണ്ഡലം കുട്ടികൃഷ്ണൻ, റിട്ടയേർഡ് സൈനികൻ അച്യുതൻകുട്ടി, കഥകളി സംഗീതജ്ഞൻ നെടുമ്പള്ളി രാമോഹൻ, പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് സംസ്കൃതി, ബിൽഡിംഗ് ഓണർ അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക,
ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ മാസ്റ്റർ, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ എന്നിവർ വിശിഷ്ട അതിഥികളായെത്തി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ, എം കെ പ്രദീപ്, BJP ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ്, CMB ജില്ലാ കമ്മിറ്റി അംഗം സി ഹരിദാസൻ, ശ്രീകൃഷ്ണപുരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KL ബേബി, വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ബേബി ശ്രീകൃഷ്ണപുരം, സൊസൈറ്റി പ്രതിനിധികളായ പി സുധീഷ്, എം വിദ്യ വിനയകുമാർ, ടി അരുൺ, എ കബീർ, ഡോക്ടർ മുഹമ്മദ് ഫായിസ്, ഡോക്ടർ വന്ദന, VV ചന്താമരാക്ഷൻ, KL റിദിഷ, ഡോക്ടർ N അരവിന്ദാക്ഷൻ, ഡോക്ടർ V ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.